നമസ്കാരം. കുടുംബ കോടതി കേസുകളിലും ചെക്ക് കേസുകളിലും അമിതമായ കോർട്ട് ഫീസ് വർധന ഏർപ്പെടുത്തിയതിനെതിരെ അഭിഭാഷകരുടെ സമരം ശക്തമാകുന്നു. കൊല്ലത്ത് തുടക്കമിട്ട കോടതി ബഹിഷ്കരണമടക്കമുള്ള സമരം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുകയാണ്. കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമര പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ബുധനാഴ്ച കൊല്ലം ബാർ അസോസിയേഷൻ പ്രഖ്യാപിച്ച കോടതി ബഹിഷ്കരണ സമരം ജില്ലയിലെ മറ്റെല്ലാ ബാർ അസോസിയേഷനുകളും ഏറ്റെടുത്തു. വെള്ളിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. മറ്റ് ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കുകയാണ്. കുടുംബ കോടതിയിൽ നഷ്ടപ്പെട്ട സ്വർണത്തിനും പണത്തിനും വേണ്ടി നിരാലംബരായ സ്ത്രീകൾ ഫയൽ ചെയ്യേണ്ടുന്ന കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5% കോടതി ഫീസ് അടയ്ക്കണമെന്നും ചെക്ക് പാസ്സാകാതെ തള്ളുന്ന കേസുകളിൽ ചെക്ക് തുകയുടെ 5% കോടതി ഫീസ് അടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് സമരം. ഏപ്രിൽ 1 മുതലാണ് ബജറ്റ് നിർദ്ദേശം നിലവിൽ വന്നത്. ബുധനാഴ്ച കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകർ വ്യാഴാഴ്ച കറുത്ത ബാഡ്ജ് ധരിച്ചാണ് കോടതികളിലെത്തിയത്. വെള്ളിയാഴ്ച വാ മൂടിക്കെട്ടി പ്രകടനം സംഘടിപ്പിച്ചു. സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചനയിലാണ് അഭിഭാഷക സംഘടനകൾ. കോർട്ട് ഫീസ് പരിഷ്കരണത്തിന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് വി.കെ. മോഹൻ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ബജറ്റിലെ ഫീസ് വർധന. കുടുംബ കോടതികളിൽ വരുത്തിയ വർധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് അഭിഭാഷകർ പറയുന്നു. മണി ക്ലെയിമുമായി ബന്ധപ്പെട്ടാണ് വർധന വരുത്തിയത്. നേരത്തെ കുടുംബ കോടതിയിൽ പെറ്റീഷൻ ഫീയായി 50 രൂപയാണ് ഒടുക്കിയിരുന്നത്. ഇപ്പോൾ 50 രൂപയ്ക്ക് പകരം സ്ലാബ് സമ്പ്രദായം ഏർപ്പെടുത്തി. 1 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് 200 രൂപയായും 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5%ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്. 5 ലക്ഷത്തിന് മുകളിലുള്ള ക്ലെയിം ആണെങ്കിൽ 1% കൊടുക്കണം. ഉദാഹരണത്തിന്, കുടുംബ കോടതിയിൽ ഒരു സ്ത്രീ വിവാഹമോചന കേസിൽ 100 പവന്റെ ക്ലെയിമായി വിപണി വില അനുസരിച്ച് 50 ലക്ഷത്തിന് അവകാശവാദം ഉന്നയിച്ചാൽ അതിൻ്റെ 1% കോർട്ട് ഫീ ആയി കൊടുക്കേണ്ട സാഹചര്യമാണ്. ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഫയൽ ചെയ്യുന്ന വസ്തു സംബന്ധമായ കേസുകളുടെ കോടതി ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ചെക്ക് കേസുകൾക്കായുള്ള കോടതി ഫീസ് നിലവിൽ 10 രൂപയാണ്. ഇത് ചെക്കിലെ തുകയനുസരിച്ച് വർദ്ധിപ്പിച്ചു. നിരസിക്കപ്പെടുന്ന ചെക്കിൻ്റെ തുക 10,000 രൂപ വരെയാണെങ്കിൽ 250 വരെയാകും കോടതി ഫീസ്. 10,000 രൂപ മുതൽ 3 ലക്ഷം വരെയാണെങ്കിൽ ചെക്കിലെ തുകയുടെ 5% കോടതി ഫീസ്. ഇത്തരം കേസുകളിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഫീസും ഉയർത്തിയിട്ടുണ്ട്. കുറ്റാരോപിതൻ സെഷൻസ് കോടതി അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ 1000 രൂപയാണ് ഫീസ് നൽകേണ്ടി വരിക. പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയാണെങ്കിൽ വിചാരണ കോടതിയിൽ നൽകിയ ഫീസിൻ്റെ പകുതി തുകയും ഫീസായി നൽകേണ്ടി വരും. ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ പരാതിക്കാരൻ ചെക്ക് തുകയുടെ 10% കോടതി ഫീസായി അടയ്ക്കണം. ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ നൽകേണ്ട കോടതി ഫീസ് 1500 രൂപയായും ഉയർത്തിയിട്ടുണ്ട്. കോർട്ട് ഫീസ് ഇനിയും കൂട്ടുന്നത് ആലോചിക്കാൻ ജസ്റ്റിസ് വി.കെ. മോഹൻ വിദഗ്ധ സമിതി പൊതുജനങ്ങൾക്കായി സിറ്റിംഗ് നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അഭിഭാഷക സംഘടനകൾ സമരം ശക്തമാക്കിയത്. സമിതിയുടെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് മറ്റു മേഖലകളിലും കോടതി ഫീസുകൾ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആലോചന. ഇതുവഴി 50 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കുടുംബ കോടതി കേസുകളിൽ നാളിതുവരെ 50 രൂപയായിരുന്നു കോടതി ഫീസ്. ചെക്ക് കേസുകളിൽ കോടതി ഫീസ് വേണ്ടായിരുന്നു. യാതൊരു ആലോചനയുമില്ലാതെ സാമൂഹ്യനീതി നിഷേധം കൂടിയായ ഫീസ് പരിഷ്കരണം മൂലം ഇരകൾക്ക് നീതി തേടി കോടതിയെ സമീപിക്കാനാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. കൊല്ലം ബാർ അസോസിയേഷൻ ഏപ്രിൽ മാസം നൽകിയ നിവേദനം പരിഗണിക്കാമെന്ന് സർക്കാരിൽ നിന്നും മറുപടി കിട്ടിയെങ്കിലും ഇത്രയും ഗൗരവമായ വിഷയത്തിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. പുതുക്കിയ ഫീസ് പിൻവലിക്കണമെന്നും വീണ്ടും വിവിധ കേസുകളിൽ കോടതി ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഫീസ് വർധനവ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച് നിയമിച്ച ജസ്റ്റിസ് വി.കെ. മോഹനൻ സമിതി കേരളത്തിൽ സിറ്റിംഗ് തുടങ്ങുന്ന സാഹചര്യത്തിൽ ബഹിഷ്കരണ സമരം നടത്തിയത്. ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിയെ ശിക്ഷിക്കാൻ ഫയൽ ചെയ്യുന്ന ക്രിമിനൽ കേസ് കോടതിയിൽ ബോധിപ്പിക്കാൻ ഇത്രയും ഭീമമായ തുക കോടതി ഫീസ് അടയ്ക്കണമെന്ന് വരുന്നത് ക്രിമിനൽ കേസ് പ്രതികൾ നിയമ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സാഹചര്യം ഒരുക്കും എന്ന് സമരത്തെ അഭിസംബോധന ചെയ്ത് കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞു. സെക്രട്ടറി അഡ്വക്കേറ്റ് മഹേന്ദ്ര കെ.ബി., അഡ്വക്കേറ്റ് പി. സജീവ് ബാബു, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജൂഡ് നെറ്റോ, അഡ്വക്കേറ്റ് എ.കെ. മനോജ്, അഡ്വക്കേറ്റ് മരുത്തടി നവാസ്, അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ, അഡ്വക്കേറ്റ് മങ്ങാട് ഷൈജു എന്നിവർ സമരം നയിച്ചു.